ചായ കുടിക്കണ്ടെങ്കിൽ ദുബായിലെ ചായ കുടിക്കണം. അതാണ് ചായ. ദുബായിക്ക് പോയത് ഞാൻ പോയതല്ല, ആൾക്കാരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ സാറാണല്ല. സാറേ കേസണ്ട. നീ ആരാണ്ടാ ചോദിക്കാൻ? അല്ല സാറ്, സാറിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. വാടകക്കാരാണ് നിനക്ക് വാടകയുള്ള പോലീസുകാരികൾ വാടക നിൽക്കല്ലേ? എന്റെ വീട്ടിൽ താമസിക്കാൻ വന്നിട്ട് എന്നെ ഭരിക്കാൻ പറ്റില്ല. ഞാൻ പോടോ. അതെ, ഒന്ന് നടക്കോ? ഒത്തിരി പണികളാ. വൈകുന്നേരം വിളിക്കാട്ടാ. എടോ, പോലീസുകാരന്റെ മുഖത്തേക്ക് ശരിക്കും വരുമോ? അല്ല പിന്നെ ആൾക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. കാപ്പശല്യം തല അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ എനിക്കൊരു കൊട്ടേഷൻ ഉറപ്പായി. അപ്പൊ ഞാൻ നോക്കി നടക്കാൻ നല്ലായിരിക്കും അല്ലേ? നല്ലായിരിക്കും. അല്ലെങ്കിൽ വേറെ കെട്ടിനെ നോക്കേണ്ടി വരുമോ? ഈശ്വരാ, വേറെ പോലീസായിരുന്നു ഉമൈദിയാന്റെ കോട്ട. സാറേ, എന്ത് സാറേ? നീ ആയിരുന്ന എന്നെ നടത്തം കണ്ടപ്പോ തോന്നി നീ ആയിരിക്കും. ഒന്ന് ഒന്നും നടക്കണം സാറേ. എടാ പേരെ ഒന്നും വിളിക്കണ്ട. സാറിന് പോകാനുള്ള വഴിയിലുണ്ടല്ലോ, സാറേ പോയപ്പോരെ. എടി, നീ എന്നെ ആരാണെന്ന് എനിക്കറിയാം. പക്ഷെ ഗോപി സാർക്കിട്ട് പണിയണ പോലെ ഈ ജോസാന്ന് പറയാൻ ഈ ജോസാർ ഇത്തിരി പേയാ. എന്നാ പേച്ച സാറേ പോര്. എടാ, പെട്രോൾ ഓടുന്നില്ല. എന്ത് ചെയ്യാൻ? നീ പോയി പെട്രോൾ അടിച്ചിട്ടുണ്ടോ? പൊന്നാശാന കാപ്പ ചാകത്തൊരുപ്പരക്ക് വെച്ചു. ആശാൻ തന്നെ പോയിട്ടുവാ. നിന്റെ ഒരു പാടൊന്നും ഇറങ്ങിപ്പോളാ. നിന്റെ കാപ്പുഷമീർ
ആശാന ഗോപി സാറിന്റെ കൂടെ. നീ എന്തിനു പേടിക്കുന്നേ? ഞാനിന്റെ കൂടെ. അതാണ് എന്റെ പേടി. ഇടയിട്ടേ ഇടി മാത്രമേ ഉള്ളൂ. എന്താണ്ട് അവിടെ? സാറേ ചേച്ചി വിളിച്ചിട്ട് വന്നാണ്, പണിയുണ്ടെന്ന് പറഞ്ഞു. ചേച്ചിയാ? മീനോ ആ അർജുൻ വന്നാ? അവര് ഞാൻ പറഞ്ഞിട്ട് വന്നതാ, പൈപ്പില് വെള്ളം വരുന്നില്ല. നിങ്ങൾ അപ്പുറത്തേക്ക് പോയിക്കോ. നിനക്ക് വേറെ ആരും കിട്ടിയില്ല പണിക്ക് വിളിക്കാൻ? ഇവിടെ വല്ല പണിയുണ്ടെങ്കിലേ അർജുൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. നിങ്ങൾ സ്റ്റേഷനിൽ പോയേ. എന്ത് പറഞ്ഞാലും അവർക്കൊരു അർജുനുണ്ട്. ആ പണി കഴിഞ്ഞാ? ആ പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്യാട്ടാ. മാല കാണില്ലല്ലോ മോനെ. ഇവിടെ ചെന്ന് നമ്മുടെ മാല കണ്ടാ? ഞാനൊന്നും കണ്ടെത്തിയില്ല. എന്താ മീനു? അതെ, കുറച്ചു നേരത്തെ ടേബിൾ മുറിച്ചിരുന്ന മാല ഇപ്പൊ നോക്കിട്ട് കാണില്ലേട്ടാ. നീ അവിടെ ശരിക്കും നോക്കിയേ, അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാനവിടൊക്കെ നോക്കിയേട്ടാ, കാണുന്നില്ല അവിടെ ഒന്നും. അർജുൻ പണി കഴിഞ്ഞു പോയോ? അർജുനൊക്കെ കുറച്ചെടുത്ത പണി കഴിഞ്ഞ് പോയി. ഈ ഫോണൊന്ന് വെച്ചേ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ആ എന്താടോ? ജോസേ, മറ്റേ അർജുനെ കൂട്ടാനായിട്ട് നമുക്കൊരു കേസ് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ആഹാ, എന്താണ് കേസ്? അവനെ എന്തോ പണിക്ക് വേണ്ടി ഭാര്യ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തന്റെ പെണ്ണിനെ കയറി പിടിപ്പിക്കാം. നിന്റെ വയലിൽ പീഡനം മാത്രമേ ഉള്ളൂ. അവനെ പണിയും കഴിഞ്ഞ് പോയപ്പോ ഇത് ഭാര്യ മാലടിച്ചു പോയത്. അവനെ നമുക്കൊന്ന് കൂട്ടണം. തന്നോട് ഞാൻ പറഞ്ഞില്ലേ, സിംഹത്തിന്റെ മാടയെ തന്നെ അവൻ കയറി വരും. താനവൻ റെഡി ആയിക്കോ, ഞാൻ വരുന്നു. താൻ പോണോ? എടോ ഇപ്പൊ വരാട്ടോ. വേഗം വരണോട്ടാ, വേറെ ഓട്ടമാണ്. എന്താ സാറേ? ആ അർജുന്റെ വീട് ഏതാണോ? അതാണ് സാറേ. ഗോപി സാറുണ്ട്. എന്താ സാറേ? എടാ നീ ഒന്ന് സ്റ്റേഷൻ വരെ വരണല്ലോ. സാറേ
എന്റെ പേര് കേസൊന്നുമില്ല. പിന്നെന്ത് ഞാൻ സ്റ്റേഷനിലേക്ക് വരണം? എടാ, നീ എന്റെ വീട്ടിൽ വന്ന് എന്റെ ഭാര്യയുടെ മാലടിച്ച് മാറിയിട്ട് നിന്റെ പേര് കേസില്ലെന്നോ? സാറേ, ഒരുമാതിരി ചൊറിനവർ താമര ചെയ്തിട്ടാ. എടാ, നീ എടുത്തെടുക്കുന്ന മോളെ ഒന്ന് അർജുനട്ടാ, അർജുനോട് വാടക കൊടുക്കാൻ പറയും. പറയാ. അയ്യോ അർജുന പോലീസ് ശരിയാവാ. നീ എന്താണ് നിന്നെ കിട്ടിയാറേ ഒരു മോഷണ കേസ് പ്രതിയാ. വേണ്ടി വന്ന നിന്നെ എന്തിനു തന്ത്രം കൂട്ടുപ്രതിയാക്കാൻ മാത്രം. മര്യാദക്ക് സഹകരിക്കണം നല്ലത്. അവനെ സ്റ്റേഷനെ കൂട്ടിയിട്ട് ഞാനൊരു ഞാനങ്ങനെ വരും. നമുക്ക് തനിച്ചൊന്ന് കാണും. റെഡി?